അങ്ങനെ ഇരിക്കുമ്പോഴാണ് ഈ ഒരു വാർത്ത അറിയുന്നത്. കലാഭവൻ മണി മരണപ്പെട്ടിരിക്കുന്നു. ആദ്യത്തെ അനുസ്മരണ മീറ്റിങ്ങിൽ പാടിയ 2 വരിയുണ്ട്. പക്ഷെ പിന്നീട് എനിക്കത് അങ്ങനെ പാടേണ്ടിയിരുന്നില്ല, അത് തെറ്റായി പോയെന്ന് പിന്നീട് എനിക്ക് തോന്നി. വർണ്ണങ്ങൾ പൊലിഞ്ഞു പോയോ, ഗാനങ്ങൾ നിലച്ചു പോയോ, ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞോ. വർണ്ണങ്ങൾ പൊലിഞ്ഞു പോയോ, ഗാനങ്ങൾ നിലച്ചു പോയോ, ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞോ. ഓ, ആട്ടക്കാരനെങ്ങോ പോയി മറഞ്ഞോ. അന്ന് പാടിയതാണ്. 7 വർഷങ്ങളായി ഈ വരി പാടി. പക്ഷെ ഇപ്പൊ എനിക്ക് അത് അപ്രസക്തമായി പോയി എന്നെനിക്ക് തോന്നുന്നു. അങ്ങനെ പാടേണ്ടതില്ലായിരുന്നു, അത് പാടിയത് തെറ്റായി പോയി എന്നെനിക്ക് തോന്നുന്നു. അത് ഈ കൂട്ടമാണ്. മലയാളി എവിടെയുണ്ടോ അവിടെയൊക്കെയും കലാഭവൻ മണിയുടെ മുഴക്കമുണ്ട്. അതുകൊണ്ട് അന്ന് പാടിയ വരികൾ അപ്രസക്തമാണെന്ന് ഞാൻ ഇന്നറിയുന്നു. ആ ഇന്നിൻ്റെ സാക്ഷീകരണത്തിന് എനിക്കിവിടെ ഈ വേദി ഒരുക്കി തന്ന ഫൗണ്ടേഷൻ്റെ എല്ലാ പ്രവർത്തകർക്കും, പ്രത്യേകിച്ച് സുനിലിനും സുനിലിൻ്റെ കൂട്ടാളികൾക്കും, ഇവിടെ വന്ന് കൂടിയിരിക്കുന്ന മുഴുവൻ കലാസ്വാദക മനസ്സുകൾക്കും കലാപ്രതിഭകൾക്കും ഈ സന്ദർഭത്തിൽ ഫൗണ്ടേഷൻ്റെ ഈ അവിസ്മരണീയ മുഹൂർത്തത്തിൽ പങ്കായിക്കൊണ്ട് എല്ലാവർക്കും എൻ്റെ സ്നേഹം പങ്കുവയ്ക്കുന്നു. എൻ്റെ കലാഭവൻ മണിയുടെ ഈ അനുസ്മരണ സമ്മേളനത്തിൽ എല്ലാവിധമായ ആശംസകൾ അർപ്പിക്കുന്നതോടൊപ്പം ആ മഹാപ്രതിഭയ്ക്ക് മുന്നിൽ ശിരസ് കുനിക്കുകയും അവിടെ പുഷ്പാഞ്ജലികൾ അർപ്പിക്കുകയും മനസ്സുകൊണ്ട് ചെയ്തുകൊണ്ട് എൻ്റെ വാക്കുകൾ ഞാൻ ഉപസംഹരിക്കുകയാണ്. ഒട്ടേറെ സ്വപ്നങ്ങളുണ്ടായിരുന്നു ആ മനുഷ്യൻ. അനവധി സ്വപ്നങ്ങൾ പങ്കുവയ്ക്കപ്പെട്ടിട്ടുള്ള ഒരു വ്യക്തിത്വമായി. പാടി കേന്ദ്രീകരിച്ച് ചില നിർമ്മാണ പ്രവർത്തനങ്ങളിൽ സിനിമയുമായി ബന്ധപ്പെട്ട് തന്നെ ഒരു പുതിയ ഒരു സംരംഭത്തിന് ആലോചനയിട്ടിരുന്നു. അതിൻ്റെ കൂടെ നിൽക്കണമെന്നൊക്കെ പറഞ്ഞ് എന്നെയും ചേർത്ത് നിർത്തിയിരുന്നു. മാത്രവുമല്ല, എപ്പോഴും അങ്ങനെയൊന്നും പറയുന്നത് ശരിയല്ലാത്തതുകൊണ്ടാണ് ഞാൻ പറയാത്തത്. ഒരു സിനിമയ്ക്ക് വേണ്ടി ഒരു ഗാനം എഴുതുന്നതിന് എന്നെ സിനിമക്കാർ വിളിച്ചപ്പോൾ മണി തൊട്ടടുത്തുണ്ട്. ഞാൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. ഇത് എൻ്റെ അടുത്ത് കാണിക്കുന്ന ആ ഡാഷ് പണി കുട്ടപ്പൻചേട്ടനോട് കാണിക്കരുത് കേട്ടോ എന്ന് നിർമ്മാതാവിനോട് പറയുന്നത് ഞാൻ ഫോണിലൂടെ കേൾക്കുന്നുണ്ട്. അങ്ങനെ മനസ്സുള്ളൊരു വ്യക്തിത്വമായി. ഞാനും എൻ്റെ കുടുംബവുമൊക്കെ ഒരു കാര്യം കൂടി ഞാൻ പറയാം. ഞാൻ ആരംഭത്തിൽ ഞാൻ പറഞ്ഞുവെങ്കിലും ഒരിക്കലും അവിടെ വീട്ടിലെത്തുമ്പോൾ ഞാനുണ്ട്, എൻ്റെ ഭാര്യയുണ്ട്, കുട്ടികൾ 2 പേരുമുണ്ട്. ഞങ്ങളവിടെ ചെല്ലുമ്പോൾ ഭാര്യയെ വിളിച്ചു. മോളെന്ന് തീരെ കുട്ടിയാണ്, ചെറിയ കുട്ടിയാണ്. ഭാര്യയെ വിളിച്ചിട്ട് പറഞ്ഞു, നീ ഇന്ന് വരെ ഞാൻ പാടുന്ന തോന്നിവാസപ്പാട്ടല്ലേ നീ കേട്ടിട്ടുള്ളൂ, എനിക്ക് നാടൻപാട്ട് കേൾക്കണോ? ദേ ഇരിക്കുന്നു, കേട്ടോ. ഇത് പുതിയ മണിക്കൂടാരം പണിയുന്നതിന് മുൻപ് അപ്പുറത്തെ വീട്ടിൽ വെച്ച് ഒരു ആദ്യമായി ഞാൻ അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോകുന്ന സമയത്താണ്. പിന്നീട് ഇതിങ്ങനെ മുൻപോട്ട് പോയി. ആ യാത്രയിൽ അദ്ദേഹത്തിൻ്റെ സഹായഹസ്തം എത്താത്ത ഇടങ്ങൾ വളരെ വിരളമായിരുന്നു എന്നാണ് എൻ്റെ അനുഭവ പാഠം എനിക്ക് മനസ്സിലാക്കി തന്നത്. ഇടുക്കിയിൽ വെച്ച്